ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചിരുന്ന വോട്ടിൽ ചോർച്ചയുണ്ടായതിന്റെ ഞെട്ടലിലാണ് പ്രതിപക്ഷം. വോട്ട് ചോർച്ചയുണ്ടായത് AAP, ശിവസേന, ഉദ്ധവ് താക്കറെ പാർട്ടികളിൽ നിന്നാണെന്നാണ് ഇന്ത്യ മുന്നണിയുടെ വിലയിരുത്തൽ. വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും 324 വോട്ട് നേടാൻ കഴിയുമെന്നായിരുന്നു ഇന്ത്യ മുന്നണി പ്രതീക്ഷിച്ചിരുന്നത്. ഇന്നലെ വൈകിട്ട് 315 വോട്ടുകൾ ലഭിക്കുമെന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ പറഞ്ഞിരുന്നു. എന്നാൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ 300 വോട്ടുകളാണ് ലഭിച്ചത്. നേരത്തെ തന്നെ ഇന്ത്യ മുന്നണി വിട്ട AAPയിലെ ചില എംപിമാർ BJPയോട് മൃദു സമീപനം എടുത്തിരുന്നു. ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം എംപിമാരിൽ ഒരു വിഭാഗം ഏക്നാഥ് ഷിൻഡെ വിഭാഗവുമായി കൈകോർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനാൽ തന്നെ അവരും NDA സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തെന്നാണ് ഇന്ത്യ മുന്നണിയുടെ വിലയിരുത്തൽ. ആകെ പോൾ ചെയ്ത 767 വോട്ടുകളിൽ 452 വോട്ടുകൾ നേടിയാണ് CP രാധാകൃഷ്ണന്റെ വിജയം. 152 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് CP രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. തമിഴ്നാട് BJPയുടെ അധ്യക്ഷനായിരുന്ന CP രാധാകൃഷ്ണൻ RSSലൂടെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. ജനസംഘത്തിന്റെ നേതാവായിരുന്ന രാധാകൃഷ്ണൻ പിന്നീട് BJPയുടെ തമിഴ്നാട്ടിലെ പ്രധാന നേതാക്കളിൽ ഒരാളായി. കോയമ്പത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട CP രാധാകൃഷ്ണൻ നേരത്തെ ജാർഖണ്ഡ് ഗവർണറായിരുന്നു. 2020 മുതൽ 2022 വരെ BJPയുടെ കേരള പ്രഭാരിയുടെ ചുമതലയും അദ്ദേഹം വഹിച്ചിരുന്നു.